ഹായ് KP സ്വാഗതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. പുതിയ ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് ആളുകൾ പറയാറുള്ളതും അവർ സ്വയം പറയാറുള്ളതുമായ ഒരു കാര്യമാണ് ഫോക്കസ് കിട്ടുന്നില്ല അഥവാ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന്. നമുക്ക് പലപ്പോഴും ഇത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഇപ്പോഴത്തെ ജനറേഷനെ അറിയപ്പെടുന്ന ഫാസ്റ്റ് ബ്ലിങ്കിങ് തിങ്കേഴ്സ് എന്നാണ്. അത് പെട്ടെന്നാണ് ഇവരുടെ മനസ്സിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. 7 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യം അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ, പണ്ടത്തെ പരസ്യങ്ങൾക്ക് ദൈർഘ്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പരസ്യങ്ങൾക്ക് വളരെ ചെറിയ ദൈർഘ്യമേ ഉള്ളൂ. 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെയാണ് മാക്സിമം ദൈർഘ്യമുള്ളത്. അതുപോലെ തന്നെ പണ്ടത്തെ പരസ്യത്തിൽ കാര്യങ്ങൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരുന്നു അന്നത്തെ പരസ്യങ്ങളുടെ രീതി. ഇന്നത്തെ പരസ്യങ്ങളല്ല, കാര്യത്തെ വെട്ടിമുറിച്ച് ക്രിസ്പാക്കിയിട്ട് നമ്മുടെ മുന്നിൽ പറയുകയാണ് ചെയ്യുക. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും വളരെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ് മേക്കിങ്ങും ഒക്കെയാണ് അത്തരം പരസ്യങ്ങളുടെ രീതി. ഈ പരസ്യത്തിൽ വന്ന ട്രെൻഡിൽ ചേഞ്ച് തന്നെ യഥാർത്ഥത്തിൽ പുതിയ ജനറേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഫോക്കസിൻ്റെ സ്പാൻ കുറയുന്നു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധ കുറയുന്നു എന്ന വാക്ക് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ശ്രദ്ധയുടെ അളവ് കുറയുന്നു എന്നതിനേക്കാളേറെ അതിൻ്റെ സ്പാൻ, അതിൻ്റെ ദൈർഘ്യം കുറയുന്നു എന്നുള്ളതാണ്. ഞാനൊക്കെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 5-10 മിനിറ്റ് തുടർച്ചയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു ശ്രദ്ധ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇനി ഇതെൻ്റെ മാത്രം സൂപ്പർ പവറൊന്നുമല്ല, അധ്യാപകർ സംസാരിക്കുമ്പോൾ അവർ ഒരേ ലെവലിലാണ് സംസാരിച്ചു പോകുന്നത്. ട്രെയിനിങ് ക്ലാസ് എടുക്കുന്നവർ ഒരേപോലെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരേ ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ക്യാഷ് കൗണ്ട് ചെയ്യുന്ന പോലെയുള്ള ടാസ്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരം ടാസ്കുകൾ അവർ കണ്ടിന്യൂസ്ലി ആ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് അവരുടെ പ്രാക്ടീസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത്തരം പ്രാക്ടീസ് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയുടെ സ്പാൻ കുറയും. അത് വലിയ സംഭവമൊന്നുമല്ല. നേരെ മറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് കൂട്ടിയെടുക്കാനും സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്തരം ശ്രദ്ധ കുറയുന്നത്? പ്രത്യേകിച്ച് 1995 ശേഷം ജനിച്ചിട്ടുള്ള ജനറേഷനിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുള്ളത്. അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരധികം ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. അവർ ജനിച്ചു വീണത് തന്നെ ഡിജിറ്റലായിട്ടുള്ള ഒരു വേൾഡിലേക്കാണ്. ഡിജിറ്റൽ വേൾഡിൻ്റെ പ്രത്യേകത, കാര്യങ്ങൾ സ്പീഡിലാണ് അവിടെ സംഭവിക്കുന്നത്. സ്പീഡ് കൂടുമ്പോൾ ഒബ്സർവേഷൻ കുറയും. അതുകൊണ്ടാണ് ശ്രദ്ധയുടെ സ്പാൻ കുറയുന്നത്. ശ്രദ്ധയുടെ ഡെപ്ത് കുറയുന്നില്ല, ശ്രദ്ധയുടെ സ്പാൻ കുറയും, ശ്രദ്ധയുടെ സമയം കുറയും എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഞാനൊരു ലളിതമായ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ പറയാൻ പോകുന്ന എക്സർസൈസ് ഒന്ന് ചെയ്തു നോക്കുക, എൻ്റെ കൂടെ ഒന്ന് ചെയ്തു നോക്കുക. അത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ സൈഡിൽ എൻ്റെ ഒരു ലോഗോ കാണുന്നുണ്ടാകും. ആ ഒരു ലോഗോയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സ്ക്രീനിലേക്ക് എത്ര നേരം നോക്കാൻ വേണ്ട, നിങ്ങളുടെ മുന്നിലുള്ള എന്തെങ്കിലും ഒരു വസ്തു കേട്ടോ, അത് അനങ്ങുന്ന വസ്തു ആകരുതെന്ന് മാത്രം. ക്ലോക്കിലെ സൂചി പോലെ അനങ്ങുന്ന സംഭവങ്ങൾ പറ്റില്ല. അവിടെ തന്നെ ഉറപ്പിച്ച് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു ആണിയാകാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാട്ടർ ബോട്ടിലാകാം. എന്നാൽ നേരെ മറിച്ച് എന്തെങ്കിലും വായിക്കാവുന്ന സംഗതി ആവരുത്. ഒരു പരസ്യ ബോർഡോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ചട്ടയോ അത് പറ്റില്ല. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. ഇനി ആ ഒബ്ജക്റ്റിലേക്ക് തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം അതിനൊപ്പം ചെയ്യുക. നമ്മളൊരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാൻ പോവുകയാണ്. 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം ഒന്ന് അകത്തേക്ക് എടുക്കും, 6 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടും. ഞാനിങ്ങനെ കൗണ്ട് ചെയ്യും, അതിനൊപ്പം നിങ്ങൾ ചെയ്തു പോയാൽ മതി. 1 2 3 4 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തു വിടുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 5 6 1 2 3 4 1 2 3 4 5 6 1 2 3 4 1 2 3 4 5 6 1 2 3 4 1 2 3 4 5 6 1 2 3 4 1 2 3 4 5 6. ഓക്കെ, ആ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായ സംഗതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മിക്കവാറും ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവില്ല എന്നതാണ്.
ഭൂരിഭാഗം ആൾക്കാരുടെ പ്രത്യേകത ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് അറിയാം, അവർ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും, അവർ കാര്യങ്ങളെല്ലാം കേൾക്കും, പക്ഷെ ഒന്നും അപ്ലൈ ചെയ്യില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും കൂടെ വീഡിയോ ഒന്ന് ബാക്ക്വേർഡ് അടിച്ചിട്ട് ആ എക്സ്പെരിമെൻറ്റിൻ്റെ കൂടെ ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്കത് അനുഭവപ്പെടും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പക്ഷേ മൂന്നാമത്തെ തവണ ശ്വാസം എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങൾ നോക്കിയിരുന്ന ഒബ്ജക്റ്റിൽ നിന്നും നിങ്ങളുടെ കണ്ണ് തെറ്റിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു സ്ക്രീനിലേക്കാണ് നിങ്ങൾ നോക്കിയിരുന്നത്, നിങ്ങൾ നേരെ എൻ്റെ മുഖത്തേക്ക് എങ്ങാനും നോക്കിയിട്ടുണ്ടാകും. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ എന്തെങ്കിലും ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ശ്രദ്ധയുടെ സ്പാൻ വളരെ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർ അത് ബോധപൂർവം കൂട്ടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് എബിലിറ്റിയെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. പലപ്പോഴും നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാരായാലും ശരി, നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ശരി, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും ശരി, കാര്യങ്ങളെ പഠിക്കാനുള്ള കപ്പാസിറ്റി കുറയും തോറും നിങ്ങളുടെ ഗ്രോത്തിൻ്റെ പോസിബിലിറ്റി കുറഞ്ഞു വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഒരു കാര്യം ഒരുപാട് തവണ ഒബ്സർവ് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഡീറ്റെയിൽസ് മിസ് ചെയ്തു പോകും. ഡീറ്റെയിൽസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ്. പലപ്പോഴും കോഗ്നിറ്റീവ് എററുകൾ സംഭവിക്കുന്നതാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കാത്തത്. അതായത് നമ്മൾ ശ്രദ്ധിക്കുന്നിടത്ത് എന്തൊക്കെയോ പിഴവുകളും എന്തൊക്കെയോ ബയാസുകളും വരുന്നുണ്ട്. ആ ബയാസുകൾ വരുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പരസ്യങ്ങളിലൊക്കെ വിലകൾ കാണാറില്ലേ, 499 രൂപ എന്നിടും. സത്യം പറഞ്ഞാൽ ഒരു രൂപയോട് കൂടി 500 രൂപ അങ്ങോട്ട് ഇട്ടാൽ പോരെ. ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു കോഗ്നിറ്റീവ് ബയാസ് ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ വലിയ വലിയ കടകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്ലോക്ക് ചുറ്റുവട്ടത്തവരെ എവിടെയും വെക്കാറില്ല. സമയത്തിൻ്റെ ബോധം നിങ്ങൾക്കുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ നമുക്ക് ഒരു ബർഗറിൻ്റെ പരസ്യമാണ്, അല്ലെങ്കിൽ ഒരു ബർഗറാണ് നമ്മുടെ മെനു കാർഡിലുള്ളതെങ്കിൽ അതിന് 3 വലിപ്പം ഓരിടും, മീഡിയം, സ്മോൾ, ലാർജ്. അങ്ങനെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് മീഡിയത്തിൻ്റെ വിലയുണ്ടല്ലോ, ആ മീഡിയത്തിൻ്റെ വിലയുടെ 20% കുറവും 20% അധികവുമായിട്ടാണ് വയ്ക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു പോയിൻ്റ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കുകയാണ്. അതായത് മീഡിയത്തിൻ്റെ വില ഇതാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് കൂടും ഒന്ന് കുറയും. നിങ്ങൾ അതിൻ്റെ യഥാർത്ഥ വില എന്താണ്, അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് അവിടെ ആലോചിക്കില്ല, ഒരു കമ്പാരിറ്റീവ് റെഫറൻസ് ഉണ്ടാക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മൾക്ക് ബിസിനസ്സിൽ ചെയ്യുന്ന ചില കോഗ്നിറ്റീവ് ബയാസുകളാണ്. അപ്പോൾ കസ്റ്റമറെ എങ്ങനെയാണ് അതിലേക്ക് അവരെ കൊണ്ട് എങ്ങനെ ഡിസിഷൻ എടുപ്പിക്കാം എന്ന രീതിയിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ രസകരമായൊരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്, ക്യാറ്റ് ഫുഡ് ഒരിക്കലും എലിയുടെ ഇറച്ചിയുടെ ടേസ്റ്റിലല്ല വരുന്നത്. അത് പൂച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ എലിയുടെ ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാക്കിയാൽ പോരെ. അത് സത്യം പറഞ്ഞാൽ മനുഷ്യനെയാണ് ചാക്കിട്ട് പിടിക്കേണ്ടത്, പൂച്ചയല്ല. കാരണം മനുഷ്യനാണ് പൈസ മുടക്കുക, പൂച്ച പൈസ മുടക്കാറില്ല. അതുകൊണ്ട് പൂച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്ന് മനുഷ്യനോട് പറഞ്ഞ് മനുഷ്യരെ കൊണ്ടത് വാങ്ങിപ്പിക്കുക. അപ്പോൾ നമ്മളത് പൂച്ചയ്ക്ക് വിടും. അതിലൊരിക്കലും എലിയുടെ ഇറച്ചിയുടെ ടേസ്റ്റ് അല്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബയാസുകൾ നമുക്ക് ഉണ്ടാകാനുള്ള കാരണം ഫോക്കസിങ് എബിലിറ്റി കുറയുന്നതാണ്. ആ ഫോക്കസിങ് എബിലിറ്റി തിരിച്ചുണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വലായ ഗ്രോത്തിനും നിങ്ങളുടെ ടെക്നിക്കലായ ഗ്രോത്തിനും നിങ്ങളുടെ സ്കില്ലിലെ ഗ്രോത്തിനും നിങ്ങളുടെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി ഗ്രോത്തിനും വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ബയാസുകൾ ഒഴിവാക്കാൻ ഫോക്കസ് കൂട്ടണം, ലേണിംഗ് എബിലിറ്റി കൂട്ടണം എന്ന് പറയാൻ കാര്യം. കണ്ടിന്യൂസ് ലേണിംഗ് ഉള്ളിടത്ത് മാത്രമേ കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ലൈഫിൽ അതേ ഇപ്പോൾ 10 കൊല്ലം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 10 കൊല്ലമായി നിങ്ങൾ പുതിയ കാര്യം പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അറിയാൻ ഒരു ടെസ്റ്റ് എടുത്തോളം നമ്മൾ ചെയ്തു. പ്രിയപ്പെട്ടവർ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.